ഇവിടെ ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് ചെറുക്കാൻ പാകിസ്ഥാന് എന്തുണ്ട് കയ്യിൽ? അതാണ് ഇപ്പോൾ ഈ ആളുകളെ ഒരുക്കിവിടുന്ന ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി പറഞ്ഞ് ഒരാഴ്ച മുമ്പ് പ്രസംഗം നടത്തിയ പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസിം മുനീറൊക്കെ ആലോചിക്കേണ്ടത്. തിരിച്ചടിക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് പാകിസ്ഥാൻ ആദ്യം ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല. ഇപ്പോൾ നമ്മുടെ എയർലൈൻസ് ഒക്കെ മറ്റ് റൂട്ട്സിലൂടെ ഇത് റീഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഡ്വൈസറീസ് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്കുമൊക്കെ പോകേണ്ടവർക്ക് റൂട്ട് മാറ്റിക്കൊണ്ടുള്ള റീഷെഡ്യൂളിംഗിലേക്ക് അവരൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്താലും ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. വിസ മരവിപ്പ്, വ്യാപാര ബന്ധം അവസാനിപ്പിക്കൽ, ഇന്ത്യക്ക് എന്ത് പറ്റാനാണ്? ഇന്ത്യക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. പാകിസ്ഥാനാണ് ഇനി പറ്റാൻ പോകുന്നത്. കോവിഡിന് ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? പട്ടിണി രാജ്യമാണ്. 50 വർഷം മുൻപ് സൗത്ത് ഏഷ്യയിലെ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു പാകിസ്ഥാൻ. ഇപ്പോൾ പട്ടിണി രാജ്യമാണ്. പട്ടിണിയും പരിവട്ടവുമായിട്ട് കടമെടുത്ത് മുടിയുകയാണ്. ഇപ്പോൾ ഈ 2025 സാമ്പത്തിക വർഷത്തിൽ ചൈനയും മറ്റ് രാജ്യങ്ങളും ഒക്കെ കൊടുത്ത കടം തിരിച്ചടയ്ക്കേണ്ടത് $22 ബില്യൺ. അങ്ങനെ കടത്തിന്മേൽ കടമായി നിൽക്കുന്ന പാകിസ്ഥാൻ എന്തെടുത്തിട്ടാണ് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നതാണ് ചോദിക്കേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ നോക്കുന്നത് എത്ര ദൂരം, ഹൗ ഫാർ വി വിൽ ഗോ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നോക്കുന്നത്. കാരണം നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഈ ജലയുദ്ധം എന്ന് പാകിസ്ഥാൻ ടേം ചെയ്യുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ തന്നെ പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനപ്പുറം അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കാനായി ഇപ്പോൾ മിസൈൽ പരീക്ഷണം അടക്കം നടത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ അവസാനമായിരിക്കും. POK കൂടി ഇങ്ങോട്ട് പോരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക.